കൊല്ലണം, തൂക്കി തന്നെ കൊല്ലണം. യാതൊരു ദാക്ഷിണ്യവും നിയമത്തിന്റെ യാതൊരു പഴുതും നിങ്ങൾ രണ്ടാളും അർഹിക്കുന്നില്ല. കേരളത്തിലെ 101% ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്, ഇല്ലേ? പ്രിയപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം ഇടക്കിടക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരരുത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഉൾപ്പെടെ പലരുടെയും ഉറക്കത്തിലേക്ക് കെടുത്തുന്ന നൊമ്പരമായിട്ട് ആ ചിത്രങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ഉറക്കം ഇതിനോടകം അമ്മമാരുടെ, പിതാക്കന്മാരുടെ, സഹോദരങ്ങളുടെ എല്ലാവരുടെയും ഉറക്കം ഇതിനോടകം ആ കുഞ്ഞു മനസ്സിന്റെ ചിത്രം കെടുത്തിയിട്ടുണ്ടാകും. നമ്മളുടെ ആരുമല്ല, പക്ഷെ എങ്കിലും നീറുന്ന ഒരു വേദനയാണ് നൽകുന്നത്. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും നിങ്ങൾ രണ്ടാളുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പെടുത്തുകയാണ്. ഈ കുട്ടിയുടെ ഈ ഒരു ചിത്രത്തെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. 6 തവണ ആ കുടുംബം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ടുണ്ട്. അത് കണ്ടിട്ടും ഈ കൊടും ക്രിമിനലിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന കേരള പോലീസിന്റെ ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. കേറി മണിക്കൂറുകൾക്കുള്ളില് പ്രവർത്തകരെ തല്ലിയവർക്കെതിരെ നടപടിയെടുത്തവര്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമാണെന്നും പാർട്ടിവൽക്കരിച്ചതാണെന്നും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഈ ഉദ്യോഗസ്ഥര് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു കാരണക്കാര് കൂടിയായ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ഉടനടി തന്നെ സാർ എടുത്തിരിക്കണം. അത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമാണ്. മാധ്യമങ്ങളും ജനങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരൊറ്റ സ്വരത്തിൽ പറയുന്നതാണ്, ഇവൻ ഈ കൊടും ക്രിമിനൽ ഏതെങ്കിലും അഴുക്കുള്ളിൽ റിമാൻഡിലെങ്കിലും കഴിഞ്ഞേരാം. അതിനു വഴിയൊരുക്കിയ ആ നിയമപാലകരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. ആദ്യം ഈ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്കെതിരെയുള്ള നടപടി ആയിരിക്കും.